പ്രസിഡന്റ് എന്ന് പറയുന്ന വീണ ജോർജ് മനസ്സിലാക്കണം. ആ കപ്പൽ മുങ്ങി എന്നുള്ളത് മാത്രമല്ല, ആ കപ്പലിലെ എല്ലാവരും ഇന്ന് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. രാജിവെക്കൂ, പുറത്തു പോകൂ. യൂത്ത് കോൺഗ്രസ് പറയുന്നേ. കേരളത്തിന്റെ അഭിമാനകരമായിട്ടുള്ള ആരോഗ്യ വകുപ്പിനെ ആസൂത്രിതമായി തകർത്ത 10 വർഷക്കാലമാണ് കടന്നു പോകുന്നത്.
പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആശുപത്രിയിൽ വന്നാൽ ചികിത്സ ലഭിക്കാതെ രോഗി മരിക്കും. ചികിത്സ കൊടുത്താൽ ആ ചികിത്സ പിഴവ് മൂലം രോഗി മരിക്കും. ഇനി ഡോക്ടറെ ഇല്ലെങ്കിലും ചികിത്സ കൊടുത്തില്ലെങ്കിലും ആശുപത്രിയിൽ വന്ന് ഡോക്ടറെ കാണാനോ മറ്റു കാര്യങ്ങളോ വന്നാൽ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ആളുകൾ മരിക്കേണ്ട ഗതികേടാകുന്നത്. നമ്മുടെ നാടിന് എന്താണ് പറ്റിയത്? തള്ളലും PR വർക്കും അല്ലാതെ ആരോഗ്യ മേഖലയിൽ ഒന്നും നടക്കുന്നില്ല എന്ന് ജനം ഇപ്പോൾ മനസ്സിലാക്കി. തിരുവനന്തപുരത്തെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ഒരു ഡോക്ടറാണ്. ഈ സർക്കാർ ഒരു രൂപ പോലും ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വേണ്ട ഉപകരണങ്ങൾ വാങ്ങാൻ കൊടുക്കാതിരിക്കുന്നത് ഇത് വരുന്ന രോഗികളോട് മാത്രമല്ല ഈ ആരോഗ്യ മേഖലയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. ആ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവിടെ വന്ന് കസർത്ത് കാണിച്ച ഈ ആരോഗ്യമന്ത്രിയും ഈ സഹകരണ വകുപ്പ് മന്ത്രി വാസവനും രാജിവെച്ച് പുറത്തു പോകണ്ടേ? നാണം കെട്ട ഇവരെ ചുമക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അവർക്ക് കാല് കുത്താൻ കഴിയാത്ത അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ യൂത്ത് കോൺഗ്രസും UDF നടത്തും. ഒരു സംശയം വേണ്ട. കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ള കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തെ തുടർന്നാണ് ബിന്ദു എന്ന വീട്ടമ്മ സ്വന്തം മകൻ കാണുന്നില്ല എന്ന് പരാതിപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷം കാണുന്നത് സ്വന്തം അമ്മയുടെ മൃതദേഹമാണ് എന്നുള്ളതാണ് ഇന്ന് ആരോഗ്യ കേരളത്തിന്റെ ഗതികേടായി നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ICUലാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണ്. എന്നാൽ ഞാൻ പറയുന്നു കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ഇന്ന് മോർച്ചറിയിലാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ ഗതികേട് എന്ന് പറയുന്നത്. ഈ കപ്പൽ ആടി ഉലയില്ല സർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് എന്ന് പറയുന്ന വീണ ജോർജ് മനസ്സിലാക്കണം. ആ കപ്പൽ മുങ്ങി എന്നുള്ളത് മാത്രമല്ല, ആ കപ്പലിലെ എല്ലാവരും ഇന്ന് മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയിൽ പോകുന്നതിനൊന്നും എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം, കേരളത്തിന്റെ സാധാരണക്കാരന്റെ ആരോഗ്യരംഗം തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുന്ന ഈ മാതൃക കേരളത്തിന്റെ മനസ്സാക്ഷി, മനുഷ്യ മനസ്സാക്ഷി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. आप